हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। ബ്രഹ്മസൂത്രത്തിൻ്റെ നാലാമത്തെ സൂത്രം, അതിൻ്റെ ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ നൽകിയിട്ടുള്ള ഭാഷ്യം കണ്ടുകൊണ്ടിരുന്നു നമ്മൾ. പ്രവൃത്തി നിവൃത്തി പ്രയോജനത്വാത് ശാസ്ത്രസ്യ. വേദങ്ങളുടെ പ്രയോജനം പ്രവൃത്തി നിവൃത്തി. ഏതെങ്കിലും ഒരു വേദകർമ്മം ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നതിലും അല്ലെങ്കിൽ ഒരു കർമ്മം നിഷേധിക്കുന്നതിലും ആണ് വേദങ്ങളുടെ പ്രയോജനം. അതല്ലെങ്കിൽ വേദവാക്യങ്ങൾക്ക് പ്രയോജനം ഇല്ല എന്നതാണ് മീമാംസകരുടെ നിലപാട്. അതാണിവിടെ അവർ എതിർപ്പായി, അദ്വൈത വേദാന്തത്തിന് എതിർപ്പായി അറിയിക്കുന്നത്. തഥാഹി ശാസ്ത്ര താത്പര്യവിദ ആഹുഹു. തഥാഹി മാത്രമല്ല, ശാസ്ത്ര താത്പര്യവിദ, വേദങ്ങളുടെ അർത്ഥത്തിന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ ആഹുഹു പറയുന്നതാണ്. ദൃഷ്ടോ ഹി തസ്യ അർത്ഥഃ കർമ്മ ദൃഷ്ടോ ഹി തസ്യ അർത്ഥഃ കർമ്മ അവബോധനം നാമ. പൂർവമീമാംസ സൂത്രത്തിൻ്റെ ആദ്യത്തെ സൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നതാണ്. എന്താണ് തസ്യ അർത്ഥഃ? തസ്യ അർത്ഥഃ വേദങ്ങളുടെ അർത്ഥം കർമ്മ അവബോധനം നാമ. വേദങ്ങളുടെ അർത്ഥം വേദകർമ്മങ്ങളുടെ ജ്ഞാനം കൊടുക്കുന്നതാണ്, ജ്ഞാനം നൽകുന്നതാണ്. ഇത് ആദ്യത്തെ അധ്യായത്തെ ആദ്യത്തെ അധികരണത്തിലെ ആദ്യത്തെ സൂത്രം, മീമാംസ സൂത്രത്തിൽ അതിൻ്റെ ഭാഷ്യമാണ്. പിന്നെ ചോദന ഇതി ക്രിയായാഹ പ്രവർത്തകം വചനം ആഹുഹു. ചോദന എന്ന് പറയുമ്പോൾ ക്രിയായാഹ പ്രവർത്തകം വചനം, ഒരു വേദകർമ്മം ചെയ്യാനുള്ള പ്രചോദനം, നിർദ്ദേശം നൽകുന്ന വാക്കാണ് ചോദന എന്ന് പറയുന്നു. അത് പൂർവമീമാംസ സൂത്രത്തിൻ്റെ രണ്ടാമത്തെ സൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നു. തസ്യ ജ്ഞാനം ഉപദേശഃ. ഇത് പൂർവമീമാംസ സൂത്രങ്ങളുടെ അഞ്ചാമത്തെ സൂത്രത്തിൽ പറയുന്നു. തസ്യ ജ്ഞാനം ഉപദേശഃ. എന്താണ് അർത്ഥം? അതിൻ്റെ ജ്ഞാനം, വേദങ്ങളുടെ ജ്ഞാനം, വേദങ്ങളുടെ ഉപദേശം, വേദങ്ങളുടെ ഉപദേശം അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? തസ്യ ജ്ഞാനം ഉപദേശഃ. വേദങ്ങളുടെ ജ്ഞാനം, അതിൻ്റെ അർത്ഥം ഉപദേശഃ. വേദകർമ്മങ്ങളുടെ ജ്ഞാനമാണ് വേദവാക്യങ്ങളുടെ അർത്ഥം. അല്ലെങ്കിൽ വേദവാക്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് വേദകർമ്മങ്ങളുടെ ജ്ഞാനമാണ്. തദ് ഭൂതാനാം ച ക്രിയാർത്ഥേന സമാംനായഃ. ഇത് 25ാമത്തെ സൂത്രം, പൂർവമീമാംസ സൂത്രത്തിൻ്റെ 25ാമത്തെ സൂത്രത്തിൽ വരുന്ന
അതിൻ്റെ സൂത്രത്തിൽ വരുന്ന കാര്യമാണ്. അത് സൂത്രമാണ്. തദ് ഭൂതാനാം ച ക്രിയാർത്ഥേന സമാംനായഃ. തദ് ഭൂതാനാം ച ക്രിയാർത്ഥേന സമാംനായഃ. തദ് ഭൂതാനാം, അതായത് മുമ്പ് തൊട്ട് തന്നെ നിലനിൽപ്പുള്ള കാര്യങ്ങളെ പറയുന്ന വാക്കുകൾ. ക്രിയാർത്ഥേന സമാംനായഃ, അതും ആ വാക്കുകളും ക്രിയാർത്ഥേന ഒരു കർമ്മത്തിനെ കുറിച്ച് പറയുന്ന വാക്യങ്ങളും, വേദകർമ്മത്തിനെ കുറിച്ച് പറയുന്ന ക്രിയയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളും. സമാംനായഃ, അവ രണ്ട് വാക്യങ്ങൾക്കും, രണ്ട് തരത്തിലുള്ള വാക്യങ്ങൾക്കും ഒരു സംബന്ധം അവർ തമ്മിൽ ഒരു സംബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ബന്ധമുണ്ട്, അവർ തമ്മിൽ ബന്ധമുണ്ട്. തത് ഭൂതാനാം ച ക്രിയാർത്ഥേന സമാംനായഃ. തത് ഭൂതാനാം, അതായത് ഒരു മുമ്പ് തൊട്ട് നിലനിൽപ്പുള്ള വിഷയങ്ങൾ, അത് പറയുന്ന വാക്യങ്ങളും, അതായത് ഇവിടെ അതിനും ക്രിയാർത്ഥേന സമാംനായഃ, ഒരു നിർദ്ദേശം നൽകുന്ന വാക്യം, വേദകർമ്മങ്ങളെ കുറിച്ച് പറയുന്ന വാക്യം, അത് രണ്ടിനും ഒരു ബന്ധമുണ്ട്. രണ്ട് തരത്തിലുള്ള വാക്യങ്ങൾക്കും ഒരു ബന്ധമുണ്ട്. പിന്നെ പറയുന്നത് ആംനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതദ് അർത്ഥാനാം. ആംനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതദ് അർത്ഥാനാം. ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ള മീമാംസ സൂത്രമാണ്. ഇത് രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ അധികരണത്തിലെ ആദ്യത്തെ സൂത്രമാണ് മീമാംസ സൂത്രങ്ങളിൽ. എന്താണ് പറയുന്നത്? ആംനായസ്യ ക്രിയാർത്ഥത്വാത്. ആംനായ എന്ന് വെച്ചാൽ വേദങ്ങളുടെ അർത്ഥം ക്രിയയിലായതുകൊണ്ട്, ക്രിയാർത്ഥത്വാത്, വേദങ്ങളുടെ അർത്ഥം ഒരു വേദകർമ്മത്തിലായതുകൊണ്ട്, ആനർത്ഥക്യം അതദർത്ഥാനാം, തദർത്ഥ ആ അർത്ഥം ഉള്ള, അതദർത്ഥ ആ അർത്ഥം അല്ലാത്ത. അപ്പോൾ ഒരു വേദവാക്യത്തിൻ്റെ അർത്ഥം, ശരിക്കും പ്രയോജനം ഒരു വേദകർമ്മത്തിൻ്റെ നിർദ്ദേശത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ അർത്ഥമില്ലെങ്കിൽ, അതായത് ഒരു വേദവാക്യം വേദകർമ്മം അനുഷ്ഠിക്കാൻ നിർദ്ദേശം നൽകുന്നില്ലെങ്കിൽ ആനർത്ഥക്യം, അത് അനർത്ഥം ആകുന്നു. ആ വാക്യം അർത്ഥമല്ലാത്ത ഒരു വാക്യമാകുന്നു, അർത്ഥമില്ലാത്ത വാക്യമാകുന്നു. അനർത്ഥക്യം ഇത്തിച്ച, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതഃ പുരുഷം ക്വചിത് വിഷയവിശേഷേ പ്രവർത്തയത്, കുതശ്ചിത് വിഷയവിശേഷാത് നിവർത്തയത് ച അർത്ഥവത് ശാസ്ത്രം. അതുകൊണ്ട് ശാസ്ത്രം, വേദങ്ങളുടെ അർത്ഥം എന്താണ്? അർത്ഥം അതഃ, അതിനാൽ പുരുഷം ക്വചിത് വിഷയവിശേഷേ പ്രവർത്തയത്, ചില സ്ഥലങ്ങളിൽ ചില വാക്യങ്ങൾ ഒരു വിഷയവിശേഷ, ഒരു പ്രത്യേക വിഷയത്തിന്, പ്രത്യേക ഉദ്ദേശത്തിന് പുരുഷം പ്രവർത്തയത്, ഒരു വ്യക്തിയെ ഒരു പ്രവർത്തനം ചെയ്യാൻ, ഒരു കർമ്മം നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്നു വേദവാക്യങ്ങൾ. അപ്പോൾ വേദവാക്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ചില
വ്യക്തിയെ ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക വിഷയം, ഒരു പ്രത്യേക ഉദ്ദേശത്തോട് കർമ്മം നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്നു. കുതശ്ചിത് വിഷയവിശേഷാത് നിവർത്തയത്. ചില സ്ഥലങ്ങളിൽ ആ വേദവാക്യങ്ങൾ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക വിഷയവിശേഷാത്, ഒരു പ്രത്യേക ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയം, അത് നിവർത്തയത്, അത് അവിടുന്ന് മാറ്റി തരുന്നു. നിവർത്തയത് മാറ്റുന്നു. തച്ഛേഷതയാ ച അന്യത് ഉപയുക്തം. തച്ഛേഷതയാ ച അന്യത് ഉപയുക്തം. അപ്പോൾ വേദവാക്യങ്ങളുടെ ഉദ്ദേശം എപ്പോഴും ഒരു കർമ്മത്തിൻ്റെ നിർദ്ദേശം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനാൽ അതഃ പുരുഷം ക്വചിത് തത് വിഷയവിശേഷേ പ്രവർത്തയത് കുതശ്ചിത് വിഷയവിശേഷാത് നിവർത്തയത്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഒരു വ്യക്തി ഒരു പ്രത്യേക കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു, ശാസ്ത്രങ്ങൾ പ്രചോദനം നൽകുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക കർമ്മം ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നു. അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക കർമ്മം ചെയ്യാതിരിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. തത്ശേഷതയാച്ച അന്യത് ഉപയുക്തം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക കർമ്മം ചെയ്യാനുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കർമ്മം ചെയ്യാതിരിക്കാനുള്ള നിർദ്ദേശമോ നൽകാത്ത വാക്യങ്ങൾ അന്യത് ഉപയുക്തം. അന്യത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വാക്യങ്ങൾ അല്ലാത്ത വാക്യങ്ങൾ, ആ വാക്യങ്ങൾ തത്ശേഷതയാ ഉപയുക്തം. ആ വാക്യങ്ങൾ വേദകർമ്മങ്ങൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നിർദ്ദേശം നൽകുന്ന വാക്യങ്ങളുടെ സഹായക വാക്യങ്ങൾ മാത്രമേ ആകാൻ പറ്റുള്ളൂ. അനുബന്ധ വാക്യങ്ങൾ മാത്രമേ ആകാൻ പറ്റുള്ളൂ. ശേഷതയ, ഇവിടെ സഹായക വാക്യങ്ങൾ മാത്രമേ ആകാൻ പറ്റുള്ളൂ. അപ്പോഴേ അത് ആ വാക്യങ്ങൾ പ്രയോജനകരമായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നിർദ്ദേശം നൽകിയില്ലെങ്കിൽ ഒരു വേദവാക്യവും പ്രയോജനം അതിന് ഇല്ല. തത് സാമാന്യാത് വേദാന്താനാമപി തഥൈവ അർത്ഥവത്വം സ്യാത്. അപ്പോൾ തത് സാമാന്യാത്, അതായത് വേദകർമ്മങ്ങൾ ചെയ്യാനോ ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനോ നിർദ്ദേശം നൽകാത്ത വാക്യങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തത് സാമാന്യാത്, അതുപോലുള്ള വാക്യങ്ങൾ, കർമ്മം നിർവഹിക്കാനോ നിർവഹിക്കാതിരിക്കാനോ നിർദ്ദേശം നൽകാത്ത വാക്യങ്ങൾ വേദാന്താനാമപി. അപ്പോൾ ആ വാക്യങ്ങൾ വേദാന്തം അങ്ങനെയാണ്. വേദാന്ത വാക്യങ്ങൾ ഒരിക്കലും ഒരു പ്രത്യേക കർമ്മം ചെയ്യാനോ വൈദിക കർമ്മം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കർമ്മം ചെയ്യാതിരിക്കാനോ ഉപദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ വേദാന്ത വാക്യങ്ങൾ ഇങ്ങനെയാണ്, അന്യത് എന്ന് പറയുന്നില്ല. അപ്പോൾ വേറെ വാക്യങ്ങളാണ്, അതായത് നിർദ്ദേശം, കർമ്മത്തിനെ കുറിച്ച് നിർദ്ദേശം നൽകാത്ത വാക്യങ്ങളാണ്. തഥൈവ അർത്ഥവത്വം സ്യാത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വാക്യങ്ങൾ, ആ രീതിയിലുള്ള വാക്യങ്ങൾ, ഒരു കർമ്മം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള വിധി എന്നുള്ള നിർദ്ദേശം നൽകുന്ന വാക്യങ്ങൾ മാത്രമാണ് വേദവാക്യങ്ങൾ.
അങ്ങനെ അല്ലാത്ത വാക്യങ്ങൾ ആ വേദവാക്യങ്ങൾക്ക് സഹായകമായി മാത്രമേ ഉണ്ടായിരുന്നാൽ മാത്രമേ അതിന് അർത്ഥമുണ്ടാവുന്നുള്ളൂ. ഇവിടെ വേദാന്ത വാക്യങ്ങൾ, അതായത് ഉപനിഷത് വാക്യങ്ങൾ അത്തരത്തിലുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഒരിക്കലും ഒരു കർമ്മം ചെയ്യണോ ചെയ്യണ്ടേന്ന് ഉപദേശിക്കുന്നില്ല, നിർദ്ദേശിക്കുന്നില്ല. അപ്പോൾ തഥൈവ അർത്ഥവത്വം സ്യാത്, ആ വാക്യങ്ങൾക്ക്, ഉപനിഷത് വാക്യങ്ങൾക്ക് അർത്ഥം എപ്പോൾ ഉണ്ടാവും? ഒരു പ്രത്യേക വൈദിക കർമ്മം ചെയ്യാൻ സഹായകമായിരിക്കുമ്പോഴാണ് ഉപനിഷത് വാക്യങ്ങൾ അർത്ഥവത്താവുന്നത്, അർത്ഥം അതിന് വരുന്നത്, പ്രയോജനകരമാവുന്നത്. അല്ലെങ്കിൽ ഒരു വേദവാക്യം ഒന്നും ഒരു പ്രത്യേക കർമ്മം ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ആ വേദവാക്യത്തിന് സഹായകമായിരിക്കുന്ന വാക്യം മാത്രമാണ് നമ്മൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇത് മീമാംസകരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഉപനിഷത്ത് വേദാന്ത വാക്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട്, ഒരു കർമ്മത്തിനെ സംബന്ധിച്ച് നിർദ്ദേശം കൊടുക്കാത്ത കൊണ്ട്, ആ വാക്യങ്ങൾ കർമ്മത്തിനെ കുറിച്ച് നിർദ്ദേശം കൊടുക്കുന്ന വാക്യങ്ങളുടെ സഹായകമായാൽ മാത്രമേ അർത്ഥവത്വം സ്യാത്, അപ്പോൾ മാത്രമേ അതിന് ഒരു അർത്ഥം കിട്ടുള്ളൂ, അതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. സതീച്ച വിധിപരത്വേ. അപ്പോൾ വിധിപരത്വേ നിർദ്ദേശത്തിനെ ആശ്രയിച്ച് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കണം എന്ന് വിധിപരത്വേ, നിർദ്ദേശം കൊടുക്കണം. വിധിപര എന്ന് വെച്ചാൽ നിർദ്ദേശം കൊടുക്കുന്ന, നിർദ്ദേശം നൽകുന്ന. വിധിപരത്വേ സതീച്ച വിധിപരത്വേ. അപ്പോൾ വേദവാക്യങ്ങൾ നിർദ്ദേശം കൊടുക്കുന്ന വാക്യങ്ങളാണ് എന്ന് സ്വീകരിച്ചാൽ, യഥാ സ്വർഗാദി കാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധീയത്തെ. എങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വർഗാദി കാമസ്യ, സ്വർഗം എന്നിവ ആഗ്രഹിക്കുന്ന അഗ്നിഹോത്രാദി സാധനം വിധീയത്തെ. ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് സ്വർഗം എന്നുള്ള, അപ്പോൾ സ്വർഗം എന്നിവ എന്ന് പറയുമ്പോൾ സ്വർഗം, ബാക്കി മറ്റുള്ള ലോകങ്ങൾ, സ്വർഗലോകം, ബ്രഹ്മലോകം, അങ്ങനെ ലോകങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അഗ്നിഹോത്രാദി സാധനം വിധീയത്തെ. സ്വർഗം ആഗ്രഹിച്ചാൽ അഗ്നിഹോത്രം യജ്ഞം ചെയ്യണം. അപ്പോൾ വേറെ കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് വേറെ പല യജ്ഞങ്ങളുണ്ട്. അപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള യജ്ഞം ചെയ്തിട്ട് വേദകർമ്മം ചെയ്യണം എന്നാണ് വിധീയത്തെ, എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏവം അമൃതത്വ കാമസ്യ ബ്രഹ്മജ്ഞാനം വിധീയത്തെ ഇതി യുക്തം. അതുപോലെ തന്നെ അതുപോലെ തന്നെ അമൃതത്വ കാമസ്യ, അതായത് അമരർ ആകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അമൃതത്വ കാമ. എങ്ങനെയാണ് നമ്മൾ അമരരാകുന്നത്? നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം ഈ ശരീരമല്ല എന്നുള്ള ആ ബോധം കിട്ടിയാൽ തന്നെ നമ്മൾ അമരരാകുന്നു. പിന്നീട് നമുക്ക് ജനിക്കേണ്ട, മരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അമൃതത്വ കാമസ്യ, അമൃതത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും മോക്ഷമാണ്. അപ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബ്രഹ്മജ്ഞാനം വിധീയത്തെ ഇതി യുക്തം. ബ്രഹ്മജ്ഞാനം ഒരു വഴിയായിട്ടാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, വേദാന്ത വാക്യങ്ങളിൽ ഒരു കർമ്മം ചെയ്യണമെന്നോ ചെയ്യാതിരിക്കണമെന്നോ നിർദ്ദേശങ്ങളില്ല. അങ്ങനെ ഇരിക്കെ വേദാന്ത വാക്യങ്ങൾ അർത്ഥവത്താവണമെങ്കിൽ, അതായത് അത് ആവണമെങ്കിൽ അത് ഈ ഒരു കർമ്മം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നിർദ്ദേശം നൽകുന്ന വാക്യങ്ങളോട് ബന്ധമുള്ള വാക്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ആ വാക്യങ്ങളെ സഹായിക്കുന്ന വാക്യങ്ങളായിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മജ്ഞാനം ആണ് ഈ വാക്യങ്ങൾ, ബ്രഹ്മജ്ഞാനം
കിട്ടണം എന്നാണ് ഈ വാക്യങ്ങൾ നമുക്ക് നിർദ്ദേശിക്കുന്നത്. എങ്ങനെ സ്വർഗം എന്നുള്ള ലോകങ്ങൾ പോകണം എന്ന് താല്പര്യപ്പെടുന്ന വ്യക്തികൾ അവർ അഗ്നിഹോത്രാദി സാധനം, അഗ്നിഹോത്രം എന്നുള്ള ആത്മീയ സാധനങ്ങൾ, വേദകർമ്മങ്ങളിൽ പറഞ്ഞിട്ടുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അവർ ചെയ്യണം, അവരനുഷ്ഠിക്കണം. അപ്പോളേ അതുപോലെ തന്നെ ആർക്കാണോ അമരരാവേണ്ടത്, അതായത് ആർക്കാണോ ഈ മോക്ഷം കിട്ടേണ്ടത്, അവർ ചെയ്യുന്ന ഒരു കർമ്മമായിരിക്കണം ബ്രഹ്മജ്ഞാനം നേടുന്നത്. അഗ്നിഹോത്ര കർമ്മം പോലെ തന്നെ ഒരു കർമ്മമായിരിക്കണം. ആ കർമ്മത്തിൻ്റെ ഫലം എന്താണ്? നമുക്ക് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് മനസ്സിലാക്കി ഈ ജന്മം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ജന്മമരണ ചക്രത്തിൽ നിന്ന് സ്വതന്ത്രരാവാം, അപ്പോൾ അമരരാവാം. അതാണ് ഫലം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ബ്രഹ്മജ്ഞാനം കിട്ടണം. ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ അപ്പോൾ നമുക്ക് ആ ഫലം കിട്ടും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എങ്ങനെ സ്വർഗം കിട്ടണമെങ്കിൽ അഗ്നിഹോത്ര യജ്ഞം ചെയ്യണോ എന്ന് പറയുന്നു വേദങ്ങൾ. അതുപോലെ തന്നെ ഈ മോക്ഷപദം കിട്ടണമെങ്കിൽ ബ്രഹ്മജ്ഞാനം കിട്ടണം എന്ന് നിർദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.